ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. കാക്കോ ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ അരിമുറുക്കാണ്. സ്കൂളിൽ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ ടൈമല്ലേ, അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോഴത്തേന് വീട്ടിലുള്ള ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു അരിമുറുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അരിപ്പൊടി, ഒരു സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, അധികമൊന്നും വേണ്ട, കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുപോലെ എള്ള്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച വലിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ നൈസാക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് പൊടി വാട്ടിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ പൊടി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണേ അതേപോലെ തന്നെ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ജീരകം, അതുപോലെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഉള്ളി, ചെറിയ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത്, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട ശേഷം നന്നായിട്ട് തന്നെ നമ്മൾ വാട്ടി കൊടുക്കുക. പത്തിരിക്ക് വാട്ടണ അതേപോലെ തന്നെ വാട്ടണ സമയത്ത് നമ്മളെ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വാട്ടിയെടുക്കുക. അപ്പോൾ പൊടി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തട്ടിലിട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലൊരു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ വണ്ണം കുറച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഉരുട്ടിയെടുക്കുക. എല്ലാം അങ്ങനെ എന്ത് ചെയ്യുക, ഉരുട്ടിയെടുക്കുക. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് റൗണ്ടാക്കി എടുക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരുപോലെ വലിപ്പത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ചെറുതും വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരേ വലിപ്പത്തിലാക്കാൻ നോക്കുക. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട പാടെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇളക്കി കൊടുക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇട്ട പാടെ ഇളക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പതുക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കട്ടൻ കായും ഇതുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മളെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലേക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.